തലസ്ഥാനത്തെ കൂട്ടക്കുരുതിയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് നാട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് യുവാവ് 5 പേരെയാണ് കൊലപ്പെടുത്തിയത്. പേരുമല സ്വദേശി അഫാനാണ് കൃത്യം നടത്തിയത്. പ്രതിയുടെ സഹോദരൻ, പെൺസുഹൃത്ത്, പിതാവിന്റെ അമ്മ, ബന്ധുക്കളായ 2 പേർ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. ഗുരുതരമായി പരുക്കേറ്റ പ്രതിയുടെ മാതാവ് ചികിത്സയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി അജീഷ് ജയകുമാറും ഒപ്പം AV ജയശങ്കറും ചേരുന്നുണ്ട്. ആദ്യം അജീഷിലേക്ക് പോവുകയാണ്. അജീഷ്, ഇതിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രതി ലഹരിക്കടിമയാണ് എന്നുള്ളതാണ്. ഇതിനെ സാധൂകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? പ്രവിധ, എന്തായാലും പോലീസിന് ആ ഒരു പ്രാഥമിക നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. പ്രതി ലഹരിക്ക് അടിമയായിരുന്നു, അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകങ്ങൾ നടത്താൻ സാധിക്കൂ എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. അതിൻ്റെ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് വൈകാതെ തന്നെ പുറത്തുവിടും. എന്ത് ലഹരിയാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്, എങ്ങനെയാണ് ഇയാൾ ഇതിന് അടിമപ്പെട്ടിരുന്നത്, എവിടെ നിന്നാണ് ഇത് വാങ്ങിയിരുന്നത് തുടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്ന, അതായത് അഫാന്റെ സ്വന്തം വീട്ടിലാണ്. ഇവിടെ 2 കൊലപാതകങ്ങളാണ് നടന്നത്. ഉമ്മയെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയതും ഈ വീട്ടിലാണ്. തിരുവനന്തപുരത്ത് പുത്തൻപാലം വെഞ്ഞാറമൂട് റോഡ്, ഈ മെയിൻ റോഡാണ്. ഈ റോഡിൽ നിന്ന് അധികം ദൂരെയല്ലാതെ കുറച്ച് ഒരു 20 മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തൊക്കെ വലിയ വീടുകളുണ്ട്, ഒരുപാട് വീടുകൾ ഉള്ള സ്ഥലമാണ്. തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖല കൂടിയാണ് ഈ സ്ഥലം, ഈ പേരുമല എന്ന് പറയുന്ന ഈ സ്ഥലം. ഇവിടെയായിരുന്നു 2 കൊലപാതകങ്ങൾ നടന്നത്. ഈ കൊലപാതകം നടക്കുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന വീട്ടുകാർ പോലും വലിയ ശബ്ദമൊന്നും കേട്ടിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ഈ കൊലപാതക സംഭവങ്ങളുടെ തുടക്കം ഇന്നലെ രാവിലെ 10 മണി മുതൽ എന്നാണ് പോലീസ് പറയുന്നത്. വൈകിട്ട് 6 മണിക്ക് ഇയാൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നവരെയുള്ള ഒരു സംഭവങ്ങളുടെ ഒരു ഏതാണ്ട് ചിത്രം പോലീസ് പുറത്തുവിടുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇയാൾ രാവിലെ ഇവിടെ എത്തി വീട്ടിൽ ഉമ്മയുമായി എന്തോ തർക്കമുണ്ടാവുന്ന സമയത്ത് ഉമ്മയെ ഷോള് കൊണ്ട് കഴുത്ത് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നതിന് ശേഷം നിലത്തേക്ക് അടിച്ചു. ഇതിൽ പരിക്കേറ്റ്, അതായത് രക്തം വാർന്ന ഉമ്മയെ പിന്നീട് ഒരു മുറിയിലേക്ക് മാറ്റിയ ശേഷം അവിടെ പൂട്ടിയിടുന്നു. അതിനുശേഷമാണ് ഇയാൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. തൻ്റെ എക്സ്പൾസ് ബൈക്കുമായിട്ടാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് പോകുന്നത് ഏറെ 25 കിലോമീറ്റർ അപ്പുറമുള്ള കല്ലറ പാങ്ങോട്ടേക്കുള്ള ബാപ്പയുടെ ഉമ്മയുടെ സ്ഥലത്താണ്, സൽമ ബീവിയുടെ വീട്ടിലേക്കാണ്. സൽമ ബീവി 12 മക്കളുള്ള നല്ല പ്രായം, 58 വയസ്സുള്ള പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. രാത്രി എല്ലാ ദിവസവും മകളാണ് കൂട്ടുകിടക്കാൻ വന്നുകൊണ്ടിരുന്നത് സൽമാ ബീവിയുടെ വീട്ടിലേക്ക്. ഈ സൽമാ ബീവിയുടെ വീട്ടിലെത്തി ആഭരണം ചോദിക്കുന്നു, മാല ചോദിക്കുന്നു. മാല ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാവുകയും പിന്നീട് സൽമാ ബീവിയെയും ചുറ്റികയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇയാൾ ചെയ്തത്. അതിനുശേഷം അവിടെ നിന്ന് പോയ ഇയാൾ നേരെ ഈ ആഭരണം കൊണ്ട് വെഞ്ഞാറമൂട് ഒരു സ്ഥാപനത്തിൽ പണയം വെക്കുന്നു. ഈ സമയത്താണ് പിതാവിൻ്റെ ജ്യേഷ്ഠൻ അബ്ദുൾ ലത്തീഫ് ഈ അഫാനെ ഫോൺ വിളിക്കുന്നത്. ഉമ്മാനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം പറയുന്നത്. ഈ പറയുമ്പോൾ ഇയാൾ ഇത് പന്തികേടുണ്ട്, ഈ പിതൃ സഹോദരൻ തൻ്റെ ഈ കൊലപാതകത്തിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കി ഇയാൾ ഈ പിതൃ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അത് ചുള്ളാളം എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ പേരുമല, ഇയാളുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഏതാണ്ട് 9 കിലോമീറ്റർ ദൂരെയുള്ള ഈ ചുള്ളാളത്തേക്ക് പോകുന്നു. അവിടെ പോയതിന് ശേഷമാണ് പിതൃ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊലപ്പെടുത്തുന്നത്, ഷാഹിദയും കൊലപ്പെടുത്തുന്നത്. പിതൃ സഹോദരൻ്റെ മൃതദേഹം കാണുന്നത് ഈ വീട്ടിനകത്തെ സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദയും നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു. 2 പേരെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വീണ്ടും ഇയാൾ തിരിച്ചെത്തുന്നത്. ഇവിടെ തിരിച്ചെത്തിയ ഇയാൾ ഉമ്മ മരിച്ചു എന്ന് കരുതിയിരിക്കുന്നു. അപ്പോഴും ഉമ്മയ്ക്ക് ബോധരഹിതയാണ്, വീട്ടിനുള്ളിലാണ്. ഈ സമയത്ത് ഇയാൾ പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനയെ ഫോൺ വിളിച്ച് വീട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 3 മണിയോടെ ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞ് ഫർസാന വീട്ടിൽ നിന്ന്, അതായത് ഈ വെഞ്ഞാറമൂട് മുക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫർസാനയുടെ വീട്, അവിടെ നിന്ന് ഇറങ്ങിയതായി കണ്ടവരുണ്ട്, ദൃക്സാക്ഷികളുണ്ട്. 3 മണിക്ക് ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞ് ഫർസാന ഇറങ്ങുന്നു. നേരെ ഈ പേരുമലയിലെ വീട്ടിനകത്തേക്ക് വന്ന് ഇയാളുടെ മുറിയിൽ, മുകളിലത്തെ നിലയിലെ ഈ അഫാന്റെ മുറിയിൽ ഈ പെൺകുട്ടി ഇരിക്കുന്നു. അവിടെ ഇരിക്കുമ്പോഴാണ് ഇയാൾ വീണ്ടും വൈകിട്ടെത്തുന്നു. അതിനുശേഷം കാമുകിയെ കൊലപ്പെടുത്തുന്നു. അതും ചെയറിൽ ഇരിക്കുന്ന നിലയിലാണ് കാമുകിയുടെ മൃതദേഹം കാണുന്നത്. അതിനുശേഷം സഹോദരന് വേണ്ടിയിട്ട് കുഴിമന്തിയും പെപ്സിയും വാങ്ങി വരുന്നു. ആ സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഓറഞ്ച് കളർ കസേരയിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. അത് ഭക്ഷിച്ചിട്ടില്ല. അതിനുശേഷം സഹോദരൻ സ്കൂളിൽ നിന്ന് വന്ന് പുറത്തേക്ക് പോയി കളിക്കാനൊക്കെ പോയി. കളിസ്ഥലത്ത് ഇരിക്കുന്ന സഹോദരനെ വിളിച്ചു വരുത്തി ഈ കുഴിമന്തി കഴിക്കാനായി വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നു. വീട്ടിലേക്ക് വന്ന ഉടനെ സഹോദരനെയും കൊലപ്പെടുത്തുന്നു. അതിനുശേഷം 6
6 മണിയോടെയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി താൻ ഇങ്ങനെ 6 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ആദ്യം പോലീസിന് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. തന്നെക്കാൾ 10 വയസ്സിന് ഇളയ അഫ്സാൻ അനുജൻ സഹോദരനെ സ്കൂൾ വിട്ടു വന്ന സഹോദരനെ കളിസ്ഥലത്ത് നിന്ന് വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 3 ഇടങ്ങളിലാണ് ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. പേരുമലയിലെ വീട്ടിൽ നിന്ന് 10-25 കിലോമീറ്ററോളം ദൂരെയാണ് പിതാവിൻ്റെ മാതാവ് താമസിച്ചിരുന്ന ഇടം. അത് പാങ്ങോട്. അവിടെ പോയി ഒരു കൊലപാതകം നടത്തുന്നു. അതിനുശേഷം വീടിൽ നിന്ന് 7 കിലോമീറ്ററോളം ദൂരെയുള്ള ചുള്ളാളത്തെത്തി പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. അതിനുശേഷം എത്തിയാണ് അത്രയും മണിക്കൂറുകളോളം ഈ മാതാവ് ഷെമി ബോധരഹിതയായി കിടക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതീവ ഗുരുതരമായി തന്നെയാണ് പരിക്കേറ്റിട്ടുള്ളത്. ഷമിയുടെ ആരോഗ്യനില കൂടുതൽ നമുക്ക് ജയശങ്കറിൽ നിന്ന് ചോദിച്ചറിയാം. ജയശങ്കർ, ഇപ്പോൾ ഞാൻ പറയുകയായിരുന്നു, മണിക്കൂറുകളോളം ബോധരഹിതയായി തന്നെ കിടന്നിരുന്നു. അതായത് കഴുത്തിൽ ഷാൾ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച് അടിച്ച് തറയിലടിക്കുന്നു. ആ അടിയിൽ ബോധരഹിതയായി പോയതാണോ എന്ന് നമുക്ക് അറിയില്ല. അതേക്കുറിച്ചെല്ലാം അറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ മണിക്കൂറുകളോളം അങ്ങനെ ബോധരഹിതയായി കിടന്നതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയാണ്. ഏറ്റവും പുതുതായി ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? അതായത് സ്മിത, ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജീവനോടെ പോലീസ് കണ്ടെടുത്ത അല്ലെങ്കിൽ പോലീസിനെ രക്ഷിക്കാനായ ഒരേ ഒരാൾ എന്ന് പറയുന്നത് ഈ പ്രതിയുടെ ഉമ്മ ഷെമിയാണ്. ഇവരെ അടിയന്തരമായി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. നിലവിൽ ഇവർ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. പക്ഷേ ഇവരുടെ ശരീരം കൃത്യമായി മരുന്നുകളോട് ഉൾപ്പെടെ പ്രതികരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് മറ്റ് ചില ഗുരുതര അസുഖങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കുറച്ചധികം നേരം കൂടി നിരീക്ഷണത്തിൽ വെക്കാനാണ് നിലവിൽ ആശുപത്രി അധികൃതരുടെ തീരുമാനം. എന്തായാലും വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ ദിവസം ഇവർക്ക് ചികിത്സ നൽകിയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നത് പോസിറ്റീവായാണ് ഡോക്ടർമാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു വിവരം നൽകാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവർ നിലവിലും നടപടികൾ എപ്പോൾ തുടങ്ങും, അതിനെക്കുറിച്ച് കൂടി പറയൂ. അതായത് ഇന്ന് 8 മണിയോടുകൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട 5 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ 5ഓളം CIമാർ ചേർന്നായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം ഈ മരണവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമാകും. ഏത് ആയുധം ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത്, എങ്ങനെയായിരുന്നു കൊലപാതകം, ശരീരത്തിലെ മുറിവുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള അങ്ങനെ പ്രാഥമികമായ ഒരു വിവരങ്ങളെല്ലാം തന്നെ ഇൻക്വസ്റ്റ് നടപടികളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ ആശുപത്രിയിലുള്ള ഗോകുലം ആശുപത്രിയിലുള്ള 2 മൃതദേഹങ്ങൾ കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ നടത്താനുള്ള സാധ്യത. എന്തായാലും പോലീസ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികഘട്ട അന്വേഷണത്തിലാണ്. കാരണം ഈ ഫോൺ രേഖകൾ ഉൾപ്പെടെ പോലീസ് നിലവിൽ സൈബർ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതിൻ്റെ കോൾ CDR ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഏറ്റവും ഒടുവിൽ ആരൊക്കെ വിളിച്ചു, മറ്റാരെങ്കിലും ഇദ്ദേഹത്തിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒത്താശ ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ വിചാരമോ ദുർമന്ത്രവാദമോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊരു ആംഗിൾ കൂടി പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ ലഹരി സംബന്ധിച്ച ഒരു ഉപയോഗത്തെ സംബന്ധിച്ച് ചില മൊഴികളൊക്കെ പോലീസിന് ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും പോലീസിൻ്റെ അന്വേഷണം എന്തായാലും നടക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് വിശദമായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. അമ്മ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നു. മറ്റ് 5 പേരുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് 8 മണിയോടുകൂടി ആരംഭിക്കും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. എന്തായാലും ഇൻക്വസ്റ്റ് നടക്കുന്നതോടുകൂടി ഏത് ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തി, എങ്ങനെ കൊലപ്പെടുത്തി, ശരീരത്തിലെ മുറിവുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിവരം ലഭ്യമാകും. ഒപ്പം തന്നെ ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിലോടുകൂടി ഈ ക്രൂര കൂട്ടക്കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ യഥാർത്ഥ കഥകൾ പുറത്തു പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ പ്രതി മാത്രമാണ് സ്മിത. ശരി, വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.